നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ BA എക്കണോമിക്സ് ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റ് നമ്പർ സിസ്റ്റം ആൻഡ് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ആണ്. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു മാത്തമാറ്റിക്സ് ഫോർ എക്കണോമിക്സ്. മാത്തമാറ്റിക്സ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിന്റെ ഒരു ലാംഗ്വേജ് ആണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സ് പഠിക്കുക എന്നുള്ളത് എക്കണോമിക്സ് ലേണേഴ്സിനെ അപേക്ഷിച്ച് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഫാക്ടറാണ്. ഇപ്പം നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നതിലൂടെ ഈ എക്കണോമിക്സ് ലേണേഴ്സിന് പ്രോബ്ലം സോൾവ് ചെയ്യാനും അതേപോലെ തന്നെ അനലിറ്റിക്കൽ തിങ്കിങ്ങിനും ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് മാത്തമാറ്റിക്സ് എക്കണോമിക്സിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പം നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ എക്കണോമിക്സിലെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ളത്. ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മാത്തമാറ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ചുകൊണ്ട് ഒരു ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ അവർ തമ്മിലുള്ള ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മാത്തമാറ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മെട്രിക്സ് പഠിക്കുന്നതിലൂടെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനെ കുറിച്ച് ഒരു സെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലേണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഡാറ്റാസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ ഈ മാത്തമാറ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അൽജിബ്ര യൂസ് ചെയ്യുന്നതോടുകൂടി അൽജിബ്ര പഠിക്കുന്നതോട് കൂടിയിട്ട് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലെ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റീസിന്റെ ചേഞ്ചസ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അൽജിബ്ര പഠിക്കുന്നതിലൂടെ മാത്തമാറ്റിക്സ് എക്കണോമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ എക്കണോമിക്സിന് എങ്ങനെയാണ് മാത്തമാറ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് അതേപോലെ തന്നെ റിസ്ക് അസസ്മെന്റ്, മേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്തമാറ്റിക്സ് എക്കണോമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓവറോൾ നമ്മളൊന്ന് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എക്കണോമിക്സിലെ മാത്തമാറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതായത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള എക്കണോമിക് സ്ട്രാറ്റജീസ് പോളിസീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്തമാറ്റിക്സിനെ കുറിച്ചാണ് ഒരു ഐഡിയ ഉണ്ടാവുക, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റിയൽ നമ്പർ സിസ്റ്റം ആണ്. റിയൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 3 ഫണ്ടമെന്റൽ സിസ്റ്റംസ് ആണ് ഉള്ളത്. റിയൽ നമ്പർ സിസ്റ്റത്തിൽ 3 ഫണ്ടമെന്റൽ സിസ്റ്റം ആണ് ഉള്ളത്. ഒന്നാമത്തെയാണ് നാച്ചുറൽ നമ്പർ സിസ്റ്റം, രണ്ടാമത്തെയാണ് സിസ്റ്റം ഓഫ് ഇൻഡിജേഴ്സ്, മൂന്നാമത്തെയാണ് റേഷണൽ നമ്പർ സിസ്റ്റം. അതിൽ ഓരോന്നും ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റത്തെയാണ് റിയൽ നമ്പർ സിസ്റ്റം. ഫസ്റ്റത്തെയാണ് നാച്ചുറൽ നമ്പർ സിസ്റ്റം. എന്താണ് നാച്ചുറൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, നമ്മൾ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. 1 to ഇൻഫിനിറ്റി, എൻഡിങ് ഇൻഫിനിറ്റി ആകും, ആ ഒരു നമ്പേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ സീറോയോ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ഇതൊന്നും ഇൻക്ലൂഡ് ആവൂല. 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡിങ് ഇൻഫിനിറ്റി ആവും, ആ നമ്പേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ സയന്റിസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഇൻഫോർമേഷൻസ് മെഷർ ചെയ്യാനും കമ്പയർ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. നോർമലി നാച്ചുറൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് N എന്നുള്ള ടേമിലാണ്. ക്യാപിറ്റൽ ലെറ്റർ എന്നിലും ഡിനോട്ട് ചെയ്യാം അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എന്നിലും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെയാണ് സിസ്റ്റം ഓഫ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. സിസ്റ്റം ഓഫ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൽ പറഞ്ഞു പോസിറ്റീവ് സംഖ്യകൾ മാത്രം, നെഗറ്റീവോ സീറോയോ ഒന്നും ഇതിൽ ഇൻക്ലൂഡ് അല്ല. എന്നാൽ സിസ്റ്റം ഓഫ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് സംഖ്യകളും അതേപോലെ തന്നെ പോസിറ്റീവ് സംഖ്യകളും ഇൻക്ലൂഡ് ആകുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് സിസ്റ്റം ഓഫ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ 0 ഇൻക്ലൂഡ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു ഇൻഡിജേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് Z എന്നുള്ള ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ Z എന്നുള്ളത് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്, Z എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് ജർമ്മൻ വേർഡ് ആയിട്ടുള്ള സഹ്ലൻ എന്നുള്ള വേർഡിൽ നിന്നാണ്. അത് മീൻസ് ടു കൗണ്ട് എന്നാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ഇൻഡിജേഴ്സും ഉണ്ടാവും അതേപോലെ തന്നെ നെഗറ്റീവ് ഇൻഡിജേഴ്സും ഉണ്ടാകും. ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, Z പോസിറ്റീവ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. എന്നാൽ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക, Z നെഗറ്റീവ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇനി പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്നാണെങ്കിൽ 0 ആയിട്ടാണ് കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ടോപ്പിക് വരുന്നതാണ്
നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. നമ്മൾ നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് W എന്നുള്ള വേർഡിലാണ്, എന്നുള്ള ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ഫണ്ടമെന്റൽ സിസ്റ്റം ആണ് റേഷണൽ നമ്പർ സിസ്റ്റം. റേഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? P/Q എന്നുള്ള ടേമിൽ എക്സ്പ്രസ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ്, അതായത് നമ്മൾ 1/2 അല്ലെങ്കിൽ 2/2 3/3 അങ്ങനെയൊക്കെ 3/2 അങ്ങനെയൊക്കെ പറയില്ല, ആ ഒരു നമ്പേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? റേഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു ഫോമിൽ പറയുകയാണെങ്കിൽ P/Q എന്നുള്ളതിൽ പിയും ക്യൂവും എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ് പിയും ക്യൂവും എന്ന് പറയുന്നത്. ഇതിനെയാണ് റേഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് P/Q എന്നുള്ള ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? റേഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ 7/8, 6/5, -6/5, -1. -1 എന്ന് പറഞ്ഞാൽ എന്താ? താഴെ ഒരു 1 ഉണ്ട്, നമ്മൾ പറയാത്തോണ്ട് -1/1. ഓക്കെ. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എവരി ഇൻറ്റിജർ ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. എല്ലാ ഇൻറ്റിജേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് അല്ല. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് സംഖ്യകൾ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഉണ്ട്, അതേപോലെ പോസിറ്റീവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഇൻറ്റിജേഴ്സിനെയും നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറയാൻ പറ്റൂല. എവരി ഇൻറ്റിജർ ഈസ് നോട്ട് നാച്ചുറൽ നമ്പർ. ഇനി രണ്ടാമത്തെ പറയുകയാണെങ്കിൽ എവരി നാച്ചുറൽ നമ്പർ ഈസ് ആൻ ഇൻറ്റിജർ. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇൻറ്റിജേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാം. അതേപോലെ മൂന്നാമത്തെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എവരി ഇൻറ്റിജർ ഈസ് എ റേഷണൽ നമ്പർ. എല്ലാ ഇൻറ്റിജേഴ്സും റേഷണൽ നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ് ഇതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇറേഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇറേഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷണൽ നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സിനെയാണ് ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇത് നമുക്ക് രണ്ട് ഇൻറ്റിജേഴ്സിന്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കനോട്ട് എക്സ്പ്രസ് ഇൻ 2 ഇൻറ്റിജർ ഫോംസ്. അതായത് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ √2, √3, √10 ഇങ്ങനെയൊക്കെ പറയില്ലേ, അതിനെയാണ് ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പഠിക്കുന്നതിന്റെ മുന്നേ നമുക്ക് കുറച്ച് സിമ്പിൾസ്, ഹിൻസ്, ഇക്വേഷൻസ്, റിസൾട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് അത് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് നമുക്ക് ഞാൻ പറഞ്ഞു നാച്ചുറൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് N എന്നുള്ള വേർഡാണ്, N എന്നുള്ള ലെറ്റർ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഇൻറ്റിജേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഇൻറ്റിജേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് Z ആണ്. ഈ Z-ൽ തന്നെ പോസിറ്റീവ് സംഖ്യകളുണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ് സംഖ്യകളുണ്ട്. അതിൽ പോസിറ്റീവ് സംഖ്യകളെ Z പോസിറ്റീവ് എന്നും നെഗറ്റീവ് സംഖ്യകളെ Z നെഗറ്റീവ് എന്നുമാണ് പറയുന്നത്. പിന്നെ പറയുന്നത് W എന്ന് പറഞ്ഞാൽ വോൾ നമ്പേഴ്സ്, നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനെയാണ് W എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് Q എന്ന് പറയുന്നത് എന്താ? Q എന്ന് പറയുന്നത് റേഷണൽ നമ്പേഴ്സിനെയാണ് Q എന്ന് പറയുന്നത്. R എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ്, S-നെയാണ് ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. E എന്ന് പറയുന്നത്, അതായത് ഇവിടെ നോക്കും, E എന്നുള്ള എലമെന്റ് ആണ്. ആൻഡ് എലമെന്റ് ഓഫ് എന്ന് പറയുന്നത്, ഇനി ഇങ്ങനെ തിരിച്ചിട്ടാൽ അതിനെന്ന് പറയുന്നത് there exist എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ എ തിരിച്ചിട്ടുകയാണെങ്കിൽ ഫോർ ആൾ ദ വാല്യൂസ് ഓഫ് എന്നാണ് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ഇനി ഒരു S ഇട്ടിട്ട് താഴെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ അതിനെന്താ പറയാ? സച്ച് ദാറ്റ് എന്നാണ് പറയാം. ഇനി വേറൊരു ഇതാണ്, നമ്മൾ ആരോ മാർക്ക് ഇടാണ്. ആരോ മാർക്ക് ആണെങ്കിൽ എന്താ പറയാ? ഇംപ്ലൈസ് എന്നാണ് പറയാ. ഇനി ആരോ മാർക്ക് ഇട്ടിട്ട് ഒരു ഇങ്ങനെ കൊടുത്താൽ എന്താ പറയാ? ഡസ് നോട്ട് ഇംപ്ലൈസ് ആണ്. പിന്നെ ഈ ഒരു ചിഹ്നത്തിന് പറയാം അറ്റ് ദ റേറ്റ് ഓഫ് എന്നാണ് പറയാ. ഇത് എന്താണ്? ഇത് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ. ആൻഡ് ഇവിടെ പറയുന്നത് താഴെ ഒരു വരിയും കൂടി ഇട്ടാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ. നെക്സ്റ്റ് ഇതൊരു യു ഇട്ടിട്ട് ഇതിന്റെ താഴെ ഒരു വര ഇട്ടാൽ എന്താ പറയാ? സബ്സെറ്റ് ഓഫ്. പിന്നെ ഇതാണ് ഒരു 0 ഇട്ടിട്ട് ഇങ്ങനെ കൊടുത്താൽ നൾ സെറ്റ്. പിന്നെ LHS, അതേപോലെ തന്നെ RHS. LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, RHS എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇത്രയാണ് നമ്മൾ സിമ്പിൾസ് അതേപോലെ തന്നെ ഹിൻസ് ഒക്കെ ആയിട്ട് പഠിക്കേണ്ടത്. ഇനി കുറച്ച് വർക്കിംഗ് റൂൾസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് വർക്കിംഗ് റൂൾസ്? ഫസ്റ്റ് റൂൾ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ഇക്വേഷൻ തന്നാൽ അതിൽ നമുക്ക് അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഏതാണ് ചെയ്യേണ്ടത് എന്നാണ് ഫസ്റ്റ്
റൂൾ പറയുന്നത് അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ഫസ്റ്റ് റൂൾ പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോമൺ ബേസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് കോമൺ ഫാക്ടർ ആണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വന്നിട്ടുള്ളതെങ്കിൽ നമുക്കത് കട്ട് ഓഫ് ചെയ്ത് ഒഴിവാക്കാം എന്നാണ്, ക്യാൻസൽ ചെയ്യാം എന്നാണ് രണ്ടാമത്തെ റൂൾ പറയുന്നത്. മൂന്നാമത്തെ റൂളാണ് അഡീഷൻ സബ്സ്ട്രാക്ഷൻ ഓർ കമ്പാരിസൺ ഓഫ് ടു ഓർ മോർ ഫ്രാക്ഷൻസ് ക്യാൻ ബി ഡൺ ബൈ മേക്കിംഗ് ദ ഡിനോമിനേറ്റർ യൂസിങ് LCM. LCM യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്ററിനെ സെയിം ആക്കാം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളെ ഇക്വേഷൻസ് ഒക്കെ പെർസെൻറ്റൈൽ ഫോമിലാക്കണം. പെർസെൻറ്റൈൽ ഫോമിലാക്കി ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. പിന്നെ പിന്നെ ഒരു വർക്കിംഗ് റൂൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാ ഇതും വർക്ക് ചെയ്യേണ്ടത് പാരന്തസിസിലാണ്. പെർഫോം ആൾ ഓപ്പറേഷൻ വിത്ത് പാരന്തസിസ്. പിന്നെ പറയുന്നത് ഒരു A and B എടുക്കുകയാണ്, റിയൽ നമ്പേഴ്സ്, രണ്ട് റിയൽ നമ്പേഴ്സ് എടുക്കുകയാണ് A and B. A and Bനെ നമ്മൾ രണ്ട് റിയൽ നമ്പേഴ്സായി എടുക്കുകയാണെങ്കിൽ, രണ്ട് റിയൽ നമ്പേഴ്സ് ആയിട്ട് എടുക്കുകയാണ് A and B റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ അതിൽ കുറച്ച് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റത്തെയാണ് പറയുന്നത് A ഇൻറ്റു B പ്ലസ് C. ഇങ്ങനെ തന്നാൽ എങ്ങനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ എനെ B കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം, അതേപോലെ തന്നെ C കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? A ഇൻറ്റു B പ്ലസ് A ഇൻറ്റു C ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു റൂള് പറയുന്നത് AB ഈക്വൽ ടു AC എന്ന് പറഞ്ഞാൽ B ഈക്വൽ ടു C ആയിരിക്കും. AB ഈക്വൽ ടു AC എന്ന് പറഞ്ഞാൽ B ഈക്വൽ ടു C ആയിരിക്കും. മൂന്നാമത്തെ ഒരു റൂള് എന്ന് പറയുന്നത് A പ്ലസ് B പ്ലസ് C ഈക്വൽ ടു ഇങ്ങനെ തന്നാൽ എന്താണ്, ഇത് നമ്മൾ എങ്ങനെ ഫാക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടാലും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് A പ്ലസ് B പ്ലസ് C ഈക്വൽ ആണ്. A പ്ലസ് B പ്ലസ് C ഈക്വൽ ടു A പ്ലസ് B പ്ലസ് C ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നാലാമത്തെ പറയുന്നത് A ഇൻറ്റു ബി സി ഈക്വൽ ടു, ഈ അഡീഷനിൽ പറഞ്ഞ അതേ റൂൾ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷനിലും പറയുന്നത്. നമ്മൾ ഫാക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുത്താലും സെയിം വാല്യൂ തന്നെ, പ്രൊഡക്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവില്ല എന്നാണ്. A ഇൻറ്റു B ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. നെക്സ്റ്റ് അഞ്ചാമത്തെ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ A പ്ലസ് B ഈക്വൽ ടു B പ്ലസ് A. അതായത് നമ്മൾ ഫാക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാലും സെയിം വാല്യൂ ആയിരിക്കും. A പ്ലസ് B ഈക്വൽ ടു B പ്ലസ് A. ലാസ്റ്റ് വൺ ആണ് AB ഈക്വൽ ടു BA. ഓക്കെ, ഇത്രയാണ് റൂൾസ്. നെക്സ്റ്റ് പറയുന്നത് ഒരു ഏഴാമത്തെ റൂൾ ആയിട്ട് പറയുന്നതാണ് ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. നെക്സ്റ്റ് പറയുന്നത് എട്ടാമത്തെ ഒരു റൂളാണ് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് LCM ഇൻറ്റു HCF എന്നാണ്. നെക്സ്റ്റ് ആവറേജ് കാണാനുള്ള ഇക്വേഷൻ ആണ് സം ഡിവൈഡഡ് ബൈ നമ്പർ. റേഷ്യോ ഓഫ് A and B ഈക്വൽ ടു A ബൈ B ഈക്വൽ ടു MA ഡിവൈഡഡ് ബൈ MP. പെർസെൻറ്റേജ് കാണാൻ പെർസെൻറ്റേജ് ഓഫ് A on B ഈക്വൽ ടു A ബൈ B ഇൻറ്റു 100 ചെയ്താൽ പെർസെൻറ്റേജ് കിട്ടും. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 100. എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ ആണ് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ്. പ്രിൻസിപ്പൽ എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇൻട്രസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ റേറ്റ് ഇൻറ്റു ടൈം. റേറ്റ് പെർസെൻറ്റേജിൽ കാണാനുള്ള ഇക്വേഷൻ ആണ് ഇൻട്രസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൽ ഇൻറ്റു 100. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ളതാണ് P ഇൻറ്റു 1 പ്ലസ് R ഡിവൈഡഡ് ബൈ 100 ഓൾ റൈസ് ടു n മൈനസ് 1. വെദർ ഇവിടെ P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ, R എന്ന് പറയുന്നത് റേറ്റ്, N എന്ന് പറയുന്നത് പീരീഡ്. ഇത്രയാണ് വർക്കിംഗ് റൂൾസ് വരുന്നത്. അപ്പൊ നമ്മളൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ അപ്ലൈ ചെയ്യുന്ന കുറച്ച് റൂൾസ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന അതിൽ വരുന്ന കുറച്ച് റിസൾട്ട്സ് പറയുന്നുണ്ട്. അതിൽ എവരി റിയൽ നമ്പർ എക്സെപ്റ്റ് 0 ഹാസ് എ റെസിപ്രോക്കൽ. അതായത് 0 ഒഴികെയുള്ള എല്ലാ നമ്പേഴ്സും റെസിപ്രോക്കൽ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 1. അതായത് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത അതിന്റെ പ്രൊഡക്റ്റും അതേപോലെ തന്നെ
അതിന്റെ റെസിപ്രോക്കലും 1 ആയിരിക്കും എന്നാണ് പറയുന്നത്. ദ വാല്യൂ വിൽ നോട്ട് ചേഞ്ച് ബൈ മൾട്ടിപ്ലൈയിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എനി നോൺ സീറോ നമ്പേഴ്സ്. നെക്സ്റ്റ് പറയുന്നത് ദ വാല്യൂ വിൽ നോട്ട് ചേഞ്ച് ബൈ ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സെയിം നോൺ സീറോ ക്വാണ്ടിറ്റി. നെക്സ്റ്റ് ഒരു ഇത് പറയാം, മോഡുലസ് എ ഈക്വൽ ടു, നെക്സ്റ്റ് ഒരു റിസൾട്ട് ആണ് പറയുന്നത്, മോഡുലസ് എ ഈക്വൽ ടു എ ഇഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് എ ഇഫ് എ ലെസ് ദാൻ 0. അതൊക്കെ റിസൾട്ട് ആണ്. അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. നമ്മൾ അടുത്ത എക്സ്പ്രഷൻസ്, അടുത്ത ഓപ്പറേഷൻസ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിലേക്ക് പോകുമ്പോൾ അപ്ലൈ ചെയ്യാനുള്ള കുറച്ച് റൂൾസ് ആൻഡ് റിസൾട്ട് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്താന്ന് നോക്കാം. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 റിയൽ നമ്പേഴ്സ്, 2 റിയൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനെയാണ് എന്തെന്ന് പറയുന്നത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഈച്ച് നമ്പറിനെ 2 നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും. അതായത് 1 × 2 = 2. അതിൽ ഈ 1 and 2 എന്നുള്ളത് ഫാക്ടർ എന്നാണ് അറിയപ്പെടുക. അതിനുള്ള റിസൾട്ട്, ആ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ എന്താണ് പറയുക? പ്രൊഡക്റ്റ് എന്നാണ് പറയുക. എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ 1 × 2 = 2. ഇതിൽ ഈ 2 വേർഡ്സിനെ നമ്മൾ ഫാക്ടർ എന്നാണ് പറയുക, ഇതിനെ നമ്മൾ പ്രൊഡക്റ്റ് എന്നാണ് പറയാ. ഓക്കെ, അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷനെ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് ഡോട്ട് കൊണ്ടും അല്ലെങ്കിൽ പാരന്തസിസ് കൊണ്ടും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ കമ്പനി ഹാസ് എ ഫിക്സഡ് കോസ്റ്റ് ഓഫ് $F per year ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഓഫ് $C per യൂണിറ്റ്. 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്, അതായത് ടോട്ടൽ ആവറേജ് കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ കമ്പനി ഇഫ് ഇറ്റ് പ്രൊഡ്യൂസസ് എക്സ് യൂണിറ്റ്സ് ഇൻ 1 year. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? ഫിക്സഡ് കോസ്റ്റ് എഫ് ആണ്, $F ആണ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് $C ആണ് തന്നിട്ടുണ്ട്. ഒരു വർഷം യൂണിറ്റ്സ് എത്ര യൂണിറ്റ്സ് എക്സ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ എത്ര കോസ്റ്റ് വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് അത് ആദ്യം നമ്മൾ എഴുതി വെക്കാം. ഫസ്റ്റ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എഫ് ആണ്, $F ആണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സ് യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നതോ? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് സി ആണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് സി ആണ്. അപ്പൊ നമ്മൾ യൂണിറ്റ്സ് എന്ന് പറയുന്ന ഒരു വർഷത്തിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? യൂണിറ്റ്സ് എന്ന് പറയുന്ന യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എക്സ് ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കാണാം? ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കാണാന്ന് ചോദിച്ചാല് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് അതേപോലെ തന്നെ എഴുതും. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റും അതേപോലെ തന്നെ യൂണിറ്റ് പ്രൊഡ്യൂസറും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് CX. അതായത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാല് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ഇൻറ്റു യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഔട്ട് കോസ്റ്റ് ഓഫ് 20 units produced by the company into 2 years when the fixed annual cost is $100 and unit cost is $5. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ്, എഫ്, സി അങ്ങനെയാണ് യൂണിറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നത്, ഓരോ വേരിയബിൾസ് തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ അതിനൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റത്തെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് $100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് അതായത് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് $5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര യൂണിറ്റ്സ് 2 years കൊണ്ട് 20 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുകളിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു ഇക്വേഷന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിക്ക് ഈ ഒരു വാല്യൂസ് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ ആണ് F പ്ലസ് CX. ഇതായിരുന്നു നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എഫ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. നമ്മളിപ്പോ എന്താ കാണുന്നത്? ടോട്ടൽ കോസ്റ്റ് ആണ് കാണുന്നത്. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു
ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എത്ര തന്നെ 100 തന്നിട്ടുണ്ട് 100 പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ് സി എന്ന് പറയുന്ന വേരിയബിൾ കോസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് $5 ആണ് 5 എത്ര യൂണിറ്റ്സ് ആണ് 2 years ആണ് പ്രൊഡ്യൂസ് ചെയ്ത് 20 യൂണിറ്റ്സ് അപ്പൊ 20 ഈക്വൽ ടു എത്ര വരിക 20 ഈക്വൽ ടു രണ്ടഞ്ച് എത്ര വരും 200 യൂണിറ്റ്സ് വരും 200 യൂണിറ്റ്സ് ആണ് ആൻസർ വരിക ഓക്കെ അപ്പൊ ഇത്രയാണ് ടോട്ടൽ കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം ഒരു ക്വസ്റ്റ്യൻ ആണ് എ ടെക്സ്റ്റൈൽ ഓണർ പർച്ചേസസ് 200 meters മെറ്റീരിയൽ ഫോർ ഷർട്ട് 300 meters for sari and 150 meter for pant. If the cost of goods per meter 50, 150 and 200 respectively, what is the total expenditure? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് ടോട്ടൽ എത്ര മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോന്നിന്റെയും പെർ യൂണിറ്റ് എത്രയാണ് എന്നും തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെ കാണാം എല്ലാതും ഇൻഡു ചെയ്താൽ മതി അതായത് ഇപ്പൊ നമ്മുടെ ഷർട്ട് ടോട്ടൽ എന്താണ് കാണാൻ പറഞ്ഞത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ എങ്ങനെ കാണേണ്ടതെന്ന് വെച്ചാല് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ് കാണേണ്ടത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ് കാണേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചാല് നമുക്ക് ഷർട്ടും വാങ്ങിയിട്ടുണ്ട് ഷർട്ടിനുള്ള മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ട് സാരിക്കുള്ള മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ പാന്റിനുള്ള മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ട് ഷർട്ടിന് 200 മീറ്റർ ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 200 ഇൻറ്റു പെർ മീറ്ററിന് എത്ര രൂപയാണ് 50 രൂപയാണ് വരുന്നത് 50 പ്ലസ് പിന്നെ അതേപോലെ 300 മീറ്റർ എന്തിന് സാരിക്ക് വാങ്ങിയിട്ടുണ്ട് 300 മീറ്ററിൽ പെർ മീറ്ററിന് എത്ര രൂപയാണ് വന്നിട്ടുള്ളത് 150 ആണ് വന്നിട്ടുള്ളത് 150 പ്ലസ് ലാസ്റ്റ് പാന്റിന് 150 മീറ്റർ വാങ്ങിയിട്ടുണ്ട് 150 ഇൻറ്റു 150 മീറ്ററിന് എത്ര രൂപയാണ് 200 ആണ് മീറ്റർ പെർ മീറ്ററിന് വരുന്നത് 200 ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് കിട്ടും ഇത് 10,000 plus 45,000 plus 30,000 ഇങ്ങനെ കിട്ടും ഇങ്ങനെ 200 into 50 300 into 150 150 into 200 അങ്ങനെ ചെയ്യുക എന്നിട്ട് ലാസ്റ്റ് ടോട്ടൽ എമൗണ്ട് 85,000 എന്ന് കിട്ടും ഇതാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ് പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് 6 പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് 6 പ്രോപ്പർട്ടീസ് ആണുള്ളത് നമുക്ക് ഓരോന്നും എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് പഠിച്ചു പോകാം അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് റിയൽ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടാണ് ഇപ്പൊ നമുക്ക് അഡീഷന്റെ കേസ് നോക്കണം മൾട്ടിപ്ലിക്കേഷൻ അതായത് ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലോഷർ ആണ് ക്ലോഷറിൽ നമുക്ക് അഡീഷന്റെ കേസ് എങ്ങനെയാണ് നോക്കണം അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷന്റെ കേസ് എങ്ങനെയാണ് നോക്കാം അതിൽ ഫസ്റ്റ് പറയുന്ന അഡീഷന്റെ കേസ് ആണ് ഇപ്പൊ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാണ് ആ രണ്ട് നമ്പേഴ്സ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ അത് ആഡ് ചെയ്ത് കിട്ടുന്ന നമുക്ക് പ്രൊഡക്റ്റും നമുക്ക് കിട്ടുന്ന റിസൾട്ടും റിയൽ നമ്പർ തന്നെ ആയിരിക്കണം എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 1 + 2 = 3 എന്നാണ് ഈ 1ഉം 2ഉം കൂട്ടിങ്ങാണ്ട് നമുക്ക് 3 ആണ് കിട്ടിയത് ഈ 1 2 എന്ന് പറയുന്നത് എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഈ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് കൂട്ടിയാണ്ട് നമുക്ക് എന്ത് കിട്ടണം ഒരു നാച്ചുറൽ നമ്പർ തന്നെ കിട്ടണം രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ രണ്ട് റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ 2/3 ഇങ്ങനെയാണെങ്കിൽ ഇത് കൂട്ടി കിട്ടുന്ന എമൗണ്ട് എന്തായിരിക്കണം റാഷണൽ നമ്പർ തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത് അതാണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡീഷന്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും ഈ സെയിം തന്നെ റൂൾ തന്നെയാണ് പറയുന്നത് അതായത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് നാച്ചുറൽ നമ്പർ തന്നെ കിട്ടണം രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും എന്തുതന്നെ ആവണം നാച്ചുറൽ നമ്പർ തന്നെ ആവണം രണ്ട് റേഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കണം
നാച്ചുറൽ റേഷണൽ നമ്പർ തന്നെ ആയിരിക്കണം. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ രണ്ട് റേഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ റേഷണൽ നമ്പേഴ്സ് തന്നെ ആവണം എന്നാണ് പറയുന്നത്. അങ്ങനെ ആയാൽ നമുക്ക് എന്താണ് പറയാം, ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്ന ക്ലോസ്ഡ് ആണ് അല്ലെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി അതിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അതായത് ഇവിടെ 1+2 = 3 എന്ന് പറയുന്ന രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് കൂട്ടിയപ്പോൾ നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടി. അപ്പൊ ഇതെന്താണ്, ക്ലോസ്ഡ് ആണ്. ഇത് ക്ലോസ്ഡ് ആണ്, അതായത് ഇവിടെ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട് എന്നർത്ഥം. അതായത് 1 × 2 = 2. രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഈ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് കൂട്ടുമ്പോൾ നമുക്കൊരു ഇൻറ്റു ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായി 2 ആണ് കിട്ടിയത്, അതായത് നാച്ചുറൽ നമ്പർ തന്നെയാണ് കിട്ടിയത്. അപ്പൊ ഇതെന്താണ്, ഇത് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്, അതായത് ക്ലോഷർ പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മാത്തമാറ്റിക് ഓപ്പറേഷന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇക്വേഷൻ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ എയും ബിയും വെച്ചാണ് നമ്മൾ ഒരു ഇക്വേഷൻ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ എ ഇൻറ്റു ബി into C, A into B into C equal to A into B into C. അതായത് നമ്മളെ ഈ ഒരു ഗ്രൂപ്പിംഗ് ഫാക്ടേഴ്സ് തമ്മിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാലും പ്രൊഡക്റ്റിൽ ചേഞ്ച് വരൂല എന്നാണ് പറയുന്നത്. അതായത് ചേഞ്ചിങ് ദ ഗ്രൂപ്പിംഗ് ഓഫ് ഫാക്ടേഴ്സ് ഡസ് നോട്ട് ചേഞ്ച് ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിൽ ചേഞ്ച് വരൂല. അതായത് നമ്മൾ A into B into C equal to A into B into C ഇങ്ങനെ ചെയ്താലും നമുക്ക് ഒരേ ആൻസർ ആവും കിട്ടുക എന്നാണ് പറയുന്നത്. ഏതില്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇപ്പൊ നമുക്ക് 2 × 1 ഇങ്ങനെ കൊടുത്തു. അത് നമ്മൾ എഴുതി 2 × 1 ഇങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും എന്നാണ് പറയുന്നത്. 1, അതായത് 2 × 2 4, 4 × 1 4. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോഴോ 1 × 2 2, 2 × 2 4. ഓക്കെ, അപ്പോ നമുക്ക് കിട്ടുന്ന 2, അതായത് ഫാക്ടേഴ്സിന്റെ ഗ്രൂപ്പിംഗ് മാറിയാലും പ്രൊഡക്റ്റില് ഈ ഒരു പ്രൊഡക്റ്റില് ചേഞ്ച് വരൂല എന്നാണ് പറയുന്നത്. അതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇങ്ങനെ വന്നാൽ എന്താണ്, ഇവിടെ അസോസിയേഷൻ ഉണ്ട്, അസോസിയേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാം. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടിയിൽ പറയുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് എക്സിസ്റ്റൻസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എക്സിസ്റ്റൻസ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അഡീഷന്റെ കേസിലും അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിലുമാണ് പറയുന്നത്. അഡീഷന്റെ കേസിൽ പറയുമ്പോൾ എനി നമ്പർ പ്ലസ് 0 വിൽ ഈക്വൽ ടു ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. അതായത് മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്നത്, എക്സിസ്റ്റൻസ് ഐഡന്റിറ്റി ആണ് പറയുന്നത്. അതിൽ അഡീഷന്റെ കേസിൽ പറയുമ്പോൾ ഏതൊരു നമ്പറിന്റെ കൂടെയും 0 ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു നമ്പർ തന്നെയാവും വരിക എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ തന്നെ കിട്ടും. അതായത് ഇപ്പൊ നമ്മളൊരു 3യുടെ കൂടെ 3 എന്നുള്ള ഒരു നമ്പറാണ്, ഇതിന്റെ കൂടെ 0 കൂട്ടിയാൽ എന്താ വരിക, 3 എന്നല്ലേ വരിക. അതേപോലെ തന്നെ 10ന്റെ കൂടെ 0 കൂട്ടിയാൽ എന്താ വരിക, 10 എന്നല്ലേ വരിക. ആ ഒരു റൂളാണ് പറയുന്നത്. ഏതൊരു സംഖ്യയുടെ കൂടെയും 0 ആഡ് ചെയ്താൽ ആ സംഖ്യ തന്നെയാവും കിട്ടുക എന്നുള്ളതാണ് ഈ എക്സിസ്റ്റൻസ് ഐഡന്റിറ്റിയിൽ പറയുന്നത്. ഇനി മൾട്ടിപ്ലിക്കേഷന്റെ കേസ് പറയാം. മൾട്ടിപ്ലിക്കേഷന്റെ കേസ് പറയുമ്പോൾ എനി നമ്പർ മൾട്ടിപ്ലൈ വിത്ത് 1 പ്രൊഡക്റ്റ് ദാറ്റ് ഇറ്റ്സ് നമ്പർ ഇറ്റ് സെൽഫ്. അതായത് ഏതൊരു നമ്പറും ഇപ്പം 1ന്റെ കൂടെ നമ്മൾ 1 തന്നെ ഇൻറ്റു ചെയ്ത 1ന്റെ കൂടെ നമ്മൾ ഏതൊരു നമ്പറിന്റെ കൂടെയും നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത അതിന്റെ ആൻസർ ഈ ഒരു 1 തന്നെ. ഇപ്പോ 1 മനസ്സിലാവും, ഒരു 2 × 1 ചെയ്താല് ഇപ്പൊ ഇതൊരു സംഖ്യയാണ്, അതിനെ നമ്മൾ 1 കൊണ്ട് ഇൻറ്റു ചെയ്താല് മൾട്ടിപ്ലൈ ചെയ്താല് ഈ ഒരു സംഖ്യ തന്നെയാവും കിട്ടുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ 8 × 1, 8നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക, 8 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സിസ്റ്റൻസ് ഐഡന്റിറ്റിയിൽ പറയുന്നത്. എക്സിസ്റ്റൻസ് ഐഡന്റിറ്റിയിൽ അഡീഷന്റെ കേസ് പറയുമ്പോൾ ഏതൊരു സംഖ്യനെയും നമ്മൾ 0 കൊണ്ട് ആഡ് ആണെങ്കിൽ ആ ഒരു സംഖ്യ തന്നെയാവും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക, പ്രൊഡക്റ്റ് ആ ഒരു സെയിം സംഖ്യ തന്നെയാവും എന്നാണ് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷന്റെ കേസിലാണെങ്കിലോ, മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ ഏതൊരു സംഖ്യനെയും
1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സംഖ്യ തന്നെയാവും കിട്ടുക എന്നുള്ളതാണ് ആ ഒരു മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എനി നമ്പർ പ്ലസ് ഇറ്റ്സ് അഡിക്റ്റീവ് ഇൻവേഴ്സ് വിൽ ഈക്വൽ ടു 0. ഏതൊരു നമ്പറും അതിന്റെ ഇൻവേഴ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എന്തായിരിക്കും വരിക, ഇൻവേഴ്സ് ആയിട്ടാണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എ പ്ലസ് എയുടെ ഇൻവേഴ്സ് ആയിട്ട് എന്ന് പറയുമ്പോൾ മൈനസ് എ ആണ്. എ പ്ലസ് മൈനസ് എ ഈക്വൽ ടു 0. ഇവിടെ പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ മൈനസ് ആണ് വരിക. അപ്പോൾ എ മൈനസ് എ ഈക്വൽ ടു 0. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു നമ്പർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ 8 പ്ലസ് മൈനസ് 8 ഈക്വൽ ടു, ഈ പ്ലസും മൈനസും കൂടുമ്പോൾ മൈനസ് ആകും. അപ്പൊ 8 മൈനസ് 8 ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ 10 ആകുമ്പോൾ 10 പ്ലസ് മൈനസ് 10 ഈക്വൽ ടു 0. അങ്ങനെ എങ്ങനെ ചെയ്താലും അഡീഷന്റെ കേസിൽ എങ്ങനെ ചെയ്താലും 0 ആണ് ആൻസർ വരിക എന്നുള്ളതാണ്. ഇനി മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ വരുമ്പോൾ എങ്ങനെയാണ്? മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ വരുമ്പോൾ എനി നമ്പർ മൾട്ടിപ്ലൈഡ്സ് ഇറ്റ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വിൽ ഈക്വൽ ടു 1. അതായത് മൾട്ടിപ്ലിക്കേഷന്റെ കേസിലാണെങ്കിൽ എന്താണ് അവിടെ ഈക്വൽ ടു 1. മറ്റൊരു അഡീഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞ 0 ആണ് ആൻസർ വരിക. ഇവിടെ എന്ന് പറഞ്ഞാൽ 1 ആണ് ആൻസർ വരിക. അതായത് എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ 2നെ നോക്കുകയാണ്. 2/1 അതിന്റെ ഇൻവേഴ്സ് ആയിട്ട് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചിടാം, ഇൻറ്റു 1/2. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ആൻസർ 1 ആണ് കിട്ടുക എന്നാണ് പറയുന്നത്. അതായത് 1 × 2 ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 1 × 2 ഈക്വൽ ടു 1. ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ ഏതൊരു സംഖ്യനെയും അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ടു 1 ആയിരിക്കും കിട്ടുക എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് അഞ്ചാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ഫാക്ടേഴ്സ് ഡസ് നോട്ട് ചേഞ്ച് ദ പ്രൊഡക്റ്റ്. അതായത് ഫാക്ടേഴ്സിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്താലും പ്രൊഡക്റ്റിന് ചേഞ്ച് വരൂല എന്നാണ് പറയുന്നത്. അതായത് എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം a ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ. അതായത് എനെ അങ്ങോട്ടിട്ടാലും സെയിം പ്രൊഡക്റ്റ് ആണ്, സെയിം വാല്യൂ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ 2 × 3 എത്രയാണ്? 2 × 3 എന്ന് പറയുന്നതും 3 × 2 എന്ന് പറയുന്നതും സെയിം വാല്യൂ ആണ് കിട്ടുക എന്നുള്ളതാണ്. 2 3 6 3 2 6 രണ്ടും സെയിം വാല്യൂസ് ആണ്. ഇതാണ് ഇതിൽ പറയുന്ന കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. അതിന്റെ ഫാക്ടേഴ്സിന്റെ പൊസിഷന് ഓർഡർ ചേഞ്ച് ആയാലും എന്തെങ്കിലും പ്രൊഡക്റ്റിൽ ചേഞ്ച് വരൂല എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്തിക്കുന്നതിനാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് നമ്മൾ എക്സാമ്പിൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പം 16 × 3 ചെയ്യുകയാണെങ്കിൽ എത്രയാണ് ആൻസർ വരിക? 16 × 3 ചെയ്യുമ്പോൾ നമുക്ക് 48 എന്നുള്ള ആൻസർ വരും. 16 × 3 ചെയ്യുമ്പോൾ 48 എന്നുള്ള ആൻസർ വരും. ഇതിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ 16 എന്നുള്ള സംഖ്യനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അതായത് ഇതെങ്ങനെയാണ്? 10 + 6 ആണ്. 10 + 6 ആണ് 16 എന്ന് പറയുന്നത്, ഇൻറ്റു 3. ഇങ്ങനെ ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? ഈ 3നെ 10 കൊണ്ടും 3നെ 6 കൊണ്ടും ഇൻറ്റു ചെയ്യണം. എന്നിട്ട് ചെയ്യാം. ഇപ്പൊ 3 × 10 30 പ്ലസ് 30 പ്ലസ് 3 × 6 3 18. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടി? 48. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയാം. അതായത് നമ്മൾ ആദ്യം ഈ ഒരു സംഖ്യനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഈ ഒരു സംഖ്യനെ അതേപോലെ തന്നെ എഴുതിയിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ 6 പ്രോപ്പർട്ടീസ് ആണ് എന്തിനുള്ളത്? അരിത്തമെറ്റിക് ഓപ്പറേഷൻസിനുള്ളത്. ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, എക്സിസ്റ്റൻസ് ഐഡന്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്, അതേപോലെ തന്നെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതില് ക്വസ്റ്റ്യൻ ആണ്, let
Q be the set of rational numbers in which an operation multiplication is defined follows. A into B equal to A minus B by 2. Check whether the operation is commutative. Commutative ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ A into B equal to B into A, സെയിം പ്രൊഡക്റ്റ് ആണ് കിട്ടുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഫാക്ടേഴ്സിന്റെ ഓർഡർ ചേഞ്ച് ചെയ്താലും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൽ ചേഞ്ച് വരൂല എന്നാണ് പറയുന്നത്. നമുക്കത് ശരിയാണോ അല്ലേ നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എന്താണ്? തന്നിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A into B equal to A minus B by 2. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അത് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലയോ എന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് എപ്പോഴാ പറയാ? കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാ A into B equal to B into A. ഇതാണ് എന്തെന്ന് പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്. ഇതാണ് A into B equal to B into A എന്നുള്ളതാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതിന് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ A into B, അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ B into A. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഇക്വേഷനും ക്രിയേറ്റ് ചെയ്യും, അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഇക്വേഷനും ക്രിയേറ്റ് ചെയ്യാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എങ്ങനെയാണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ A into B ആണ്. A into B equal to A minus B by 2 equal to എങ്ങനെ ചെയ്യും? ഈ 2 into A, അതായത് 2A minus B divided by 2. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ഇക്വേഷൻ ആണ് B into A ആണ്, അതായത് B minus A by 2. അത് നമ്മൾ ചെയ്യുമ്പോൾ 2B minus A divided by 2 ഇങ്ങനെയാണ് വരിക. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്, ഒന്ന് ഈ ഒരു ഇക്വേഷനും ഒന്ന് ഈ ഒരു ഇക്വേഷനും. ഇനി നമുക്ക് ഇത് രണ്ടും ചെയ്താൽ നമുക്ക് ഒരേ ആൻസർ ആണോ കിട്ടുക എന്നുള്ളത് നോക്കണം. അപ്പോഴാണ് നമ്മൾ ഒരേ ആൻസർ നമുക്ക് കിട്ടിയാൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്, എന്നാൽ ഡിഫറെന്റ് ആൻസേഴ്സ് ആണെങ്കിൽ അതെന്താണ്? കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ ഒരു ഇക്വേഷന് നമുക്ക് അപ്ലൈ ചെയ്യണം. അതിന് നമുക്ക് വാല്യൂസ് കൊടുക്കാം. A എന്നുള്ളതിനും അതേപോലെ B എന്നുള്ളതിനും നമുക്ക് വാല്യൂസ് കൊടുക്കാം. അതിന് A എന്നുള്ള വാല്യൂക്ക്, A എന്നുള്ള ലെറ്ററിന് നമുക്ക് 2 എന്നുള്ളത് കൊടുക്കാം. A എന്ന് പറഞ്ഞാൽ A എന്നുള്ളത് 2ഉം അതേപോലെ തന്നെ B എന്നുള്ളത് 1 ആയിട്ടും കൊടുക്കാം. ഓക്കെ, നമ്മളെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇക്വേഷൻ 2A minus B divided by 2. നമ്മൾ ഈ ഒരു ഫങ്ഷൻസ്, ഈ ഒരു 2 എന്നുള്ളതും 1 എന്നുള്ളതും ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പം A എന്നുള്ളത് 2 ആണ്. അപ്പോൾ 2 into 2 minus 1 divided by 2. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരിക? 1.5. അതായത് 2 into 2 4 minus 1 3 by 2 എന്ന് കിട്ടും. 3 by 2 എന്നിട്ടും ആൻസർ. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മളിപ്പോൾ ആൻസർ കിട്ടി 3 by 2 എന്നുള്ളത്. റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 2B minus A divided by 2 എന്നാണ്. അതായത് 2 into 1, B എന്നുള്ള സ്ഥാനത്ത് നമ്മൾ 1 കൊടുക്കുകയാണ്, 1 മൈനസ് A എന്നുള്ള സ്ഥാനത്ത് 2 കൊടുക്കുകയാണ്, 2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 2 0 by 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? 0 ആണ് കിട്ടുക. ഇവിടെ എന്ന് പറഞ്ഞാൽ 3 by 2 എന്ന് പറയുന്ന 1.5 ആണ്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നിട്ടുള്ള ആൻസറും റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നിട്ടുള്ള ആൻസറും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് നമുക്ക് പറയാം. നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയണമെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡും സെയിം സംഖ്യകൾ കിട്ടേണ്ടിയിരുന്നു. പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് നമുക്ക്
നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് യൂണിറ്റ് ആണ്, നമ്പർ സിസ്റ്റം ആൻഡ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ. അതിൽ നമ്മൾ 3 നമ്പർ സിസ്റ്റം, നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്, ഇന്റിജേഴ്സ് എന്താണ്, അതേപോലെ തന്നെ റേഷണൽ നമ്പേഴ്സ് എന്താണ്, ഇറേഷണൽ നമ്പേഴ്സ് എന്താണ്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് റൂൾസ് ആൻഡ് അതേപോലെ തന്നെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഹിൻസ് കാര്യങ്ങൾ, റിസൾട്ട്, വർക്കിംഗ് റൂൾസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്തു. അരിത്തമെറ്റിക് ഓപ്പറേഷൻസിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന്റെ പ്രോപ്പർട്ടീസ് ആരെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളൊരു പ്രോബ്ലം ചെയ്തു. അതെല്ലാം വരുന്ന ഒരു പ്രോബ്ലം ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.